ലഹരിമുക്ത സമൂഹത്തിനായി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ അടുത്തഘട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരണം തേടി വൈപ്പിൻ എംഎൽഎ ടോണി ചമ്മണി. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമാക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രധാന ലക്ഷ്യമെന്നും സമൂഹത്തിലെ എല്ലാവരും തൂഫാൻ വാരിയേഴ്സ് എന്ന സന്ദേശവുമായി വരും ദിവസങ്ങളിൽ ബോധവൽക്കരണ പരിപാടികൾ കൂടുതൽ ശക്തമാക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശ്രീ ടോണി ചമ്മണി. സർ, കേരളത്തിൻ്റെ വർത്തമാനകാലം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ലഹരിയുടെ വ്യാപനം. അവ തടയുന്നതിന് വേണ്ടി ഗവൺമെൻറ് ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ ഈ ദിശയിൽ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. പക്ഷേ അപ്പോൾ അതൊരു അടുത്ത ഘട്ടമായി യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടോ, മറ്റു വിവിധ സർക്കാർ വകുപ്പുകളുമായി ചേർന്ന് കർമ്മപദ്ധതികൾ ആരംഭിക്കുന്നുണ്ടോ, അതിനെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിക്കണം. സർ, ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ ചമ്മണി ഉന്നയിച്ചത്. നമ്മുടെ യുവാക്കളിൽ ഒരു അവബോധം വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. സോ അതിനുവേണ്ടി ഞങ്ങൾ ഗവൺമെൻറ് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട്, അതിനകത്തൊന്നും ഒരു രാഷ്ട്രീയവുമില്ല, എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സന്നദ്ധ സംഘടനകൾ, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, അതോടൊപ്പം തന്നെ മതസംഘടനകൾ എല്ലാവർക്കും അവരുടേതായ പങ്ക് വഹിക്കാൻ കഴിയും. അവരെല്ലാം യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സാർ, ഇപ്പം ഞങ്ങൾ ഇത് 3 ഘട്ടമാണ് സാർ. ഒന്ന്, തുഫാൻ ഹണ്ട്. തുഫാനിലൂടെ ആളുകളെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടെത്തുക, അറസ്റ്റ് ചെയ്യുക, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. 2, തുഫാൻ വാരിയേഴ്സ്. അത് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരെയും തുഫാൻ വാരിയേഴ്സ് ആക്കുക. അതിനകത്ത് ഭേദവ്യത്യാസങ്ങളില്ല. 26-ാം തീയതി ആയിരക്കണക്കിന് ആളുകൾ, SPCയിൽപ്പെട്ട കുട്ടികൾ മുഴുവൻ തുഫാൻ വാരിയേഴ്സാണ്. സമൂഹത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തുഫാൻ വാരിയേഴ്സ് ആക്കുന്നു. അതൊരു സന്ദേശം നൽകും. ഞങ്ങളെല്ലാം ഇതിനെതിരാണ് എന്നുള്ള സന്ദേശം നൽകാൻ വേണ്ടി, മുന്നിൽ നിർത്താൻ വേണ്ടി തുഫാൻ വാരിയേഴ്സ് ഉണ്ടാക്കുന്നു. കേരളത്തിൽ 1 മില്യൺ തുഫാൻ വാളണ്ടിയേഴ്സിനെ ഉണ്ടാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. 3-ാമത്തേത് തുഫാൻ കെയർ എന്ന് വെച്ചാൽ ഇവരുടെ റീഹാബിലിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സർ. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതി തന്നെയാണ് ഇത് എന്ന് ബഹുമാനപ്പെട്ട അംഗം ശ്രീ ടോണി ചമ്മണിയെ ഞാൻ അറിയിക്കുന്നു. +2 ITM കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി 2 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സ്വന്തമാക്കാം. സമയം കളയേണ്ട, കരിയർ തുടങ്ങാം ജയ് ഭാരതിലൂടെ. ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, പെരുമ്പാവൂർ.